അങ്ങനെ ഒരു പള്ളി ഇമാമിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഇവിടെയല്ല, അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗേ ആയിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗേ ഇമാമാണ് ഹെൻറിക് മൂസിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെയല്ലേ പറയുന്നത് ഈ മതം സമാധാന മതമാണെന്നൊക്കെ. ഇതാണ് നിങ്ങളെ സമാധാനം? ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സമാധിയാക്കലാണ് ഈ സമാധാന മതം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. കുറച്ചൊക്കെ സഹിഷ്ണുത കാണിക്കുക. അദ്ദേഹം ഒരു പള്ളി നടത്തിയിരുന്നു. പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളത് ഗേ സെക്ഷുവലായിട്ടുള്ള ആൾക്കാരെയാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദികളുടെ കണ്ണിലെ കരടായിരുന്നു ഈ ഒരു വ്യക്തി. അങ്ങനെ ഇങ്ങനെ തട്ടി. ഒരാൾക്ക് സ്വന്തം അതേ ജെൻഡറായിട്ടുള്ള ആൾക്കാരോട് ഇൻഫാക്ച്വേഷൻ തോന്നുന്നതും അദ്ദേഹത്തിന് ആ ഒരു രീതിയിലുള്ള സെക്ഷലും കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും ഒരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ തന്നെ എത്ര ന്യൂസ് വന്നിട്ടുണ്ട്, അതും മൈനറായിട്ടുള്ള കുട്ടികളെ ഇതേപോലെ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ പേരിൽ. എന്നിട്ട് നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് പള്ളി കമ്മിറ്റി ഒരു നടപടിയും എടുത്തിട്ടുണ്ടോ? ജയിലിൽ പോയി തിരിച്ചു വരുമ്പം മാലയിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ ഓപ്പൺലി പറഞ്ഞിട്ടുള്ള ഗേ ഇമാം. അങ്ങനെ അദ്ദേഹത്തിനെ തട്ടിയേറി ആ ചാപ്റ്റർ അവിടെ ക്ലോസ്ഡായി. ഇനി അങ്ങനൊരു ചാപ്റ്റർ വേണ്ട, അങ്ങനെ ഒരാളും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഇത്തരം തീവ്രവാദികൾ ഇത്തരം കലാപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വളരെ മോശമായിട്ടുള്ള പ്രവർത്തനമാണ്. കാരണം എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക, LGBTQനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വിരോധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ മറ്റൊരാളുടെ ജീവൻ എടുത്തിട്ടല്ല ഈ എതിർപ്പ് കാണിക്കേണ്ടത്. അതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മാനസികമായി മാറ്റി നിർത്താം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് മാറ്റി നിർത്താം. നമ്മുടെ കൺമുന്നിൽ നിന്ന് നമ്മളെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാതെ ഒരാളെ കൊന്നിട്ട് വേണ്ട ഒരു ഇത് ജനറേറ്റ് ചെയ്യാൻ. എന്നറിയാം, നിങ്ങളുടെ വിശുദ്ധി കീപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് വിശുദ്ധിയല്ല, നിങ്ങളുടെ സ്വയം കരുതുന്ന വിശുദ്ധിയാണിത്. അല്ലാതെ ദൈവം നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ആളെ കൊല്ലണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പല മദ്രസ അധ്യാപകരും അല്ലെങ്കിൽ ഇമാമുമാരൊക്കെ മിക്കവാറും കുഴി കിടക്കുന്നുണ്ടാവും. കാരണം അത്രയും കേസസും കാര്യങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതും പഠിച്ചിട്ട് പോയിട്ട് കേസ് കൊടുക്കാൻ നിൽക്കണ്ട. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത കേസ് എന്ന് പറയുന്നത് ജിതിൻ. പത്തനംതിട്ടയിലെ CIT പ്രവർത്തകനായിട്ടുള്ള ജിതിനെ ഒരു സംഘം RSS പ്രവർത്തകർ വെട്ടിക്കൊന്നു എന്നാണ് CPMൻ്റെ ന്യായീകരണം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ ചാൻസസ് ഇല്ല, ഇതിൻ്റെ അകത്ത് വേറെ പൊളിറ്റിക്കലും കാര്യമായിട്ടുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായിരുന്ന ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിൻ്റെ അകത്ത് കാര്യങ്ങൾ പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ജിതിൻ. പക്ഷേ ആ ഒരു മോശം കാര്യം അവിടെ നടന്നു, അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിനെ അപമാനിക്കുകയോ മറ്റോ ഒന്നുമല്ല. പക്ഷേ ചുളുവിൽ ഒരു CPMന് രക്തസാക്ഷി ഉണ്ടാക്കാനാണ് അവിടെ ശ്രമിച്ചിട്ടുള്ളത്, അല്ലാതെ ഒന്നുമല്ല. കാരണം ഇതിനകത്ത് കൊലപ്പെടുത്തിയിട്ടുള്ള അധികം ആൾക്കാരും CPMൻ്റെയോ അല്ലെങ്കിൽ CPMൻ്റെ പോഷക സംഘടനയായിട്ടുള്ള DYFIയോ SFIയോ ഒക്കെ ആയിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ രക്തസാക്ഷികളെ വിറ്റ് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് പത്തനംതിട്ട CPM കളിച്ചിട്ടുള്ളത്. പോരാത്തതിന് അവിടെ വേറെ ഒരു വാർത്തയും കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു തരാൻ പറ്റും. അതിന് കാരണം ഒന്ന് വീണ ജോർജും സക്കീർ ഹുസൈനുമാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടയിടിയാണ്, മരണമാസടിയാണ്. കാരണം വീണ ജോർജിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സക്കീർ ഹുസൈൻ ശ്രമിക്കുന്നുണ്ട്. സക്കീർ ഹുസൈനെ പൂട്ടാൻ വേണ്ടിയിട്ട് വീണ ജോർജും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. രണ്ടും ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സാണ്. ജില്ലാ കമ്മിറ്റിയാണോ സംസ്ഥാന കമ്മിറ്റിയാണോ അറിയില്ല, ഏതോ മെമ്പറാണ്. ഒരാൾ മന്ത്രിയും ഒരാൾ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെവലപ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച്
തുരങ്കം വെക്കുന്ന പരിപാടിയാണ് ഈ രണ്ട് പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതുകൊണ്ട് വികസനമില്ല, രണ്ടുപേരിൽ അടി മാത്രമേ നടക്കുന്നുള്ളൂ. അടുത്ത ഇലക്ഷൻ വരുമ്പം ഈ രണ്ട് പേരുടെ മുഖം ഓർത്തിട്ട് മാത്രം പത്തനംതിട്ടക്കാർ വോട്ട് ചെയ്യാം. കാരണം നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ അടിക്കഴിഞ്ഞ് നിങ്ങളുടെ ഡെവലപ്മെൻറ്റാണ് നശിപ്പിക്കുന്നത്. അല്ലാതെ പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഒരു നഷ്ടം പോലും ഉണ്ടാവില്ല. അവർ കൈയിട്ട് വരാനുള്ള കൃത്യമായിട്ട് കൈയിട്ട് വരിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം കയ്യിൽ മഷി പുരട്ടുമ്പം ഈ രണ്ട് മുഖവും ഇവരുടെ അടിയും ഒക്കെ ഓർത്ത് വെച്ചുകൊള്ളുക. കാരണം നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്റ്റായിട്ടുള്ള വ്യക്തികളെ അവിടെ വിജയിപ്പിച്ച് കൊണ്ടുപോകാം. പാർട്ടിയിൽ അടി ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള ആളെ അടുപ്പിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെയൊരു ന്യൂസ് എന്ന് പറയുന്നത് ഓസ്ട്രിയയിൽ ഒരു IS അനുകൂലി 23 വയസ്സുകാരനായിട്ടുള്ള സിറിയൻ പൗരൻ ഓസ്ട്രിയക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊന്നു. പോരാത്തതിന് 5 പേരെ പരിക്കേൽപ്പിച്ചു. ഷുഡാപ്പി, അതായത് ഇൻ്റർനാഷണൽ ഷുഡാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഷുഡാപ്പി ആയിട്ടുള്ള 23 വയസ്സുകാരൻ ഓസ്ട്രിയ പൗരന്മാരായിട്ടുള്ള 6 പേരെയാണ് ഇഞ്ചോർഡ് ചെയ്തിട്ടുള്ളത്. ഒരാൾ അതിൻ്റെ അകത്ത് കൊല്ലപ്പെടുകയും ചെയ്തു. തീവ്രവാദം ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ തീവ്രവാദം തന്നെ വേറെ ഒരു മാറ്റമില്ല. അവന്മാരുടെ സമാധാനം അതെന്ന് മാത്രം പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തരം തീവ്രവാദികൾക്ക് ഈ മതം എന്താണെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. ഈ മതത്തിൻ്റെ ആശയങ്ങളിൽ വിശ്വസിച്ച് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നല്ലൊരു വിശ്വാസി. അല്ലാതെ ആ ഒരു ഖുറാനിലുള്ള കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട ജന്തു അവനായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അതിൻ്റെ അകത്തും പിന്നെ ദൈവത്തിനും തെറ്റുപറ്റാം. ആ തെറ്റുപറ്റുന്നതിലുള്ള കാര്യങ്ങളായിരിക്കാം ഇതുള്ള. ചിലപ്പം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പലതും നമ്മളെ രീതിയിൽ വായിക്കുമ്പോഴാണ് മോശം കാര്യമായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അവനെന്നെ നോക്കിയിടാ, അവനെന്നെ നോക്കുന്നു. ഈ 4 കൺസെപ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഓരോന്നിനും വേരിയേഷൻസ് ഉണ്ടാകും. നമ്മളെങ്ങനെ റീഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മളിപ്പം ദേഷ്യത്തോടെ നിൽക്കുമ്പോഴുള്ള നോട്ടവും പിന്നെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം മൂഡിനനുസരിച്ച് സംഭവം മാറും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. പലപ്പോഴും റീഡ് ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു മതത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറയുന്നില്ല, എല്ലാ മതത്തിനെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. നല്ല കാര്യങ്ങളെ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള ചാട്ടിപ്പുറത്താക്കുക. കാരണം മോശം കാര്യങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് അതും പൊക്കി പിടിച്ച് കണ്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആകെ ഒരു ലൈഫ്, പുറത്തുള്ള ലൈഫ് കിട്ടുമോ എന്നുള്ള ആരും ഗ്യാരണ്ടി ഒന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് മാത്രമേ ഉള്ളൂ. പോയിട്ട് വന്ന ആരുമില്ല, കണ്ടവരാരും പറഞ്ഞിട്ടുമില്ല. അപ്പം അങ്ങനെയുള്ള സാമാനം വെച്ചിട്ട് ആ സാമാനത്തിന് വേണ്ടിയിട്ട് ഇവിടുന്നേ നമ്മൾ പിന്നെ തൊട്ടിത്തരം കാണിച്ച് പോകുമെന്ന് വേണ്ട. ഇവിടെയുള്ള കാലത്ത് നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക. അതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭാവി തലമുറക്കും ഒക്കെ നല്ലത്. തീവ്രവാദി എന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ, കൊലപാതകി എന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം കൊലപാതകയായിരിക്കും. അല്ലാതെ പിന്നെ ഇവിടെ അവാർഡ് ആരും തരുമൊന്നുമില്ല. ഓക്കെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഒരു വ്യക്തിയാണ് നെയ്യാറ്റിൻകര ഗോപൻ. അതൊരു സാമ്യമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാധ ഇപ്പോൾ ഒരു ആളുടെ ശരീരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത്രയും നല്ല പ്രൊമോഷൻ എങ്ങനെ കിട്ടാനാണ് മോനെ? വാർത്തകളാണ് ചറവറ വരുന്നത് ഇത് റിലേറ്റഡ് ആയിട്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ബാധ കയറിയതിൻ്റെ പേരിൽ ആ നാട്ടുകാർ പിടിച്ച് സ്നേഹോപകാരം ഏൽപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ. ആ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയ വ്യക്തിയെ പൊന്നാടി അണിയിച്ചുകൊണ്ട് മെൻ്റൽ ആശുപത്രിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി വട്ടം എന്നുള്ള പേരും കൂടി കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയേ പറയാനുണ്ട്. ഇത്തരം ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളെ യൂട്ടിലൈസ്, നമ്മുടെ പണത്തിനെ കണ്ടിട്ട് എല്ലാ പരിപാടികളും നടത്തുന്ന ടീംസിനെ നമ്മൾ നോക്കി നോക്കുക. നമ്മളെ കയ്യിലെ പൈസയാണ് അവർക്ക് ആവശ്യം. അല്ലാതെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള ലൈഫോ അല്ലെ നിങ്ങൾക്ക് നല്ലത് വരാനും വേണ്ടിയിട്ടോ അല്ല. അവർക്ക് പൈസ ഏൺ ചെയ്യേണ്ടിയിട്ടാണ്. ഇദ്ദേഹം ഗോപൻ സ്വാമി എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിലെ ആചാര്യനോ മറ്റോ ആയിരുന്നു. അദ്ദേഹം അസുഖബാധിതനായിട്ടാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. കൊന്നതാണെന്നാണ് വാർത്തകൾ ഉണ്ടായിരുന്നത്. പക്ഷേ റിപ്പോർട്ടുകളും മറ്റും അത്ര ആ ഒരു കാര്യത്തിൻ്റെ അകത്തേക്ക് വിരൽ ചൂണ്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ
ഈ ഒരു കേസിൻ്റെ അകത്ത് പിന്നെ നാട്ടുകാർ ഉയർത്തിയിട്ടുള്ള സംശയങ്ങളും കാരണങ്ങളും കാരണം നല്ല രീതിയിലുള്ള ഇത് വന്നിട്ടുണ്ട്, പോപ്പുലാരിറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു വാർത്തയും കൂടി ആയവരെ മുന്നേ നമ്മൾ പൈസ കുറേ വരുമെന്നാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. ഒരു സമാധി സ്ഥലമായിട്ട് കൊണ്ടുവരും. അത് കൂടാതെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി, ആത്മീയ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറ്റും എന്നൊക്കെയാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. മകനെ നിങ്ങൾ പൈസ വരൂ, ഞങ്ങളെപ്പോലുള്ള പലരും എവിടെ വരും, നിങ്ങൾക്ക് വെണ്ണയിൽ ചാത്തൻ സേവയും മറ്റുമൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങ് പീക്ക് ലെവലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നു. നല്ല അടിസ്ഥാന സൗകര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കി നാട്ടുകാരുടെ വിളിയട്ടേ നല്ലേ. എന്തായാലും പല സാമിയാറും ഇതൊക്കെ തന്നെ ഉടായിപ്പായിരുന്നു. അത് അറിയുന്ന ആൾക്കാരായാലും അറിയാത്ത ആൾക്കാരായാലും എന്ത് പറഞ്ഞാലും ഇങ്ങരുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ കൂടി ഒരു കാര്യം പറയാം, അഥവാ ഇവർ എന്നറിയാം ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ബലി കൊടുക്കാനോ അല്ലെ സ്വന്തം ജീവിതം പോയി മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത്തരം കാര്യങ്ങളോട് പരമാവധി മാറി ഒഴിഞ്ഞു വെക്കുക. ബാക്കി നിങ്ങളുടെ വിശ്വാസം, മറ്റുള്ളവരെ ഹനിക്കാത്ത രീതിയിലുള്ള വിശ്വാസം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ ഒരിക്കലും എതിർ നിൽക്കുകയില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തതും ഹനിക്കാത്തതുമായിട്ടുള്ള എന്ത് വിശ്വാസവും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം, അത് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം, നോ ഇഷ്യൂ. പക്ഷേ കൗണ്ടറുകളും പ്രതീക്ഷിച്ചുകൊള്ളുക. കാരണം നിങ്ങൾക്കെതിരെയും സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. അതും സഹിഷ്ണുതയോടെ കേൾക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളത് ജനറേറ്റ് ചെയ്യാം. അടുത്തതൊരു ഹാപ്പി ന്യൂസാണ്. നമ്മുടെ BSNL ലാഭത്തിലേക്ക് പോയിരിക്കുകയാണ്. 200 ചില്ലറ കോടി രൂപ ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് BSNL. അവരുടെ പുതിയ പോളിസിയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തവരെ നല്ല രീതിയിലുള്ള വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 200 ചില്ലറ കോടി രൂപ കഴിഞ്ഞ വർഷം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. 4G സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് 4G താടേ നല്ല 4G വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ പറ്റും. നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും ഒരു കസ്റ്റമറായിട്ട് മാറും കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാണ് 4G വരേണ്ടിയിട്ട്. 3G എനിക്ക് വേണ്ട, എനിക്ക് 4G അങ്ങ് അറ്റ്ലീസ്റ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാനും BSNL എടുക്കുന്നതാണ്. എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് BSNL അപ്ഡേറ്റ് ചെയ്യുന്നുള്ള. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പ്രൈവറ്റൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പരമാവധി BSNL ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലവർ സക്സസ് ആയിട്ടുണ്ട്. BSNL പലരെയും അവരുടെ തൊഴിലാളികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. VRS അടുപ്പിച്ചിട്ടും എല്ലാണ്ടൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ ആ ഒരു പ്ലാറ്റ്ഫോമിനെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കട്ടെ ഈ സർവീസ്. കോമ്പറ്റേറ്റേഴ്സായിട്ട് തന്നെ ഒരു സർവീസ് പ്രൊവൈഡറായിട്ട് മുന്നോട്ട് പോട്ടെ. എന്നാലേ നമുക്ക് പ്രൈവറ്റൈസേഷനും വേണം, ഗവൺമെൻറ്റും വേണം. എല്ലാം പ്രൈവറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നിടക്ക് പൈസ നിൽക്കും. അത് വേണ്ട. നമുക്ക് നമ്മുടെ BSNL കൂടി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ നമ്മൾ കാശ് ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ കാശ് കുറച്ചെങ്കിലും ബാക്കി മിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗവൺമെൻറ് പാർട്ടീസും കൂടി അല്ലെങ്കിൽ ഗവൺമെൻറ് പ്ലേയേഴ്സും കൂടി ഈ ഒരു ഫീൽഡിനകത്ത് വരണം, നിലനിൽക്കണം. ഓക്കെ, വെയിറ്റിംഗ് ഫോർ 4G. മേബി നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ 5G കൂടി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, ബായ്. ഇന്നത്തെ ഈ ആഴ്ചത്തെ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് അധികം വീഡിയോസിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. എല്ലാവരും കണ്ട് സഹായിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, ബൈ.